നവജാത ശിശുക്കളിൽ കാണുന്ന മഞ്ഞപ്പിനെ പറ്റി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ എല്ലാവരും തീർച്ചയായും കാണുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മഞ്ഞപ്പ് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിലിറുബിൻ എന്നൊരു പിഗ്മെൻറ്റ് അമിതമായിട്ട് കൂടുമ്പോഴാണ് ഈ ജോണ്ടിസ് അഥവാ മഞ്ഞപ്പ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ബിലിറുബിൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ വന്ന് ഇത് അക്യുമുലേറ്റ് ചെയ്യും. ഈ തലച്ചോറിൽ വന്ന് ഇത് ഒരുപാട് കൂടുമ്പോൾ എന്ത് പറ്റും, ഒരു ബ്രെയിൻ പോയ്സണിങ് പോലെയാണ് ആവുന്നത്. അതുകൊണ്ട് പല പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഹിയറിംഗ് ലോസ്, കേൾവി ശക്തിയുടെ കുറവാണ് ഉണ്ടാവുക. നമുക്കറിയാം, കുഞ്ഞുങ്ങളിൽ കേൾക്കാൻ പറ്റിയാലേ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അമിതമായിട്ടുള്ള മഞ്ഞപ്പ് വന്നു കഴിഞ്ഞാൽ കേൾവിശക്തി നശിക്കുന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ സംസാരിക്കാനും വൈകുന്നു. രണ്ടാമതായിട്ട് സെറിബ്രൽ പാൽസി, നമ്മുടെ ബ്രെയിനിൽ നമ്മുടെ മൂവ്മെൻറ്റ്സ്, ചലനങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ആ ഭാഗം ഈ മഞ്ഞപ്പ് കൂടുമ്പോൾ ഡാമേജ് ആയി പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽസിൻ്റെ ടോൺ പോവുക, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റാതിരിക്കുക, ഡെവലപ്മെൻറ്റിൽ പ്രശ്നം വരിക, അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ഡിലേ വരിക, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. മൂന്നാമതായിട്ട് അവരുടെ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, വാക്കിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. അതായത് കുഞ്ഞുങ്ങൾ നടക്കാൻ വൈകുക, അതുപോലെ ചലനങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നാലാമതായിട്ട് സീഷർ അഥവാ അപസ്മാരം. ഈ ജോണ്ടിസ് കൂടി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഫിറ്റ്സ് വരാനുള്ള സാധ്യതയും വളരെയധികം കൂടുന്നതാണ്. അടുത്തതായിട്ട് ലേണിംഗ് ഡിഫിക്കൽറ്റി, അതുപോലെ ഡെവലപ്മെൻറ്റൽ ഡിലേ, സ്പീച്ചിൽ പ്രശ്നങ്ങൾ, പഠനത്തിൽ പ്രശ്നം വരാം, പഠന വൈകല്യങ്ങൾ ഉണ്ടാകാം, സംസാരത്തിൽ പ്രശ്നം വരാം. അതുപോലെ എല്ലാ വളർച്ചാ ഘട്ടങ്ങൾ, ഡെവലപ്മെൻറ്റൽ ഡിലേ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളിലെ മൈൽ സ്റ്റോൺസ് ഉണ്ടല്ലോ, നമ്മൾ ഇരിക്കുക, നിൽക്കുക, നടക്കുക, ഓരോരോ മൈൽ സ്റ്റോണിലും ഡിലേ ഉണ്ടാകുന്നതിലും കാരണമാകുന്നു. അപ്പോൾ വെയിൽ കൊണ്ടാൽ മഞ്ഞപ്പ് മാറും എന്ന് പറഞ്ഞ് ഒരിക്കലും ഇരിക്കരുത്. സിവിയർ ജോണ്ടിസിന് ഫോട്ടോതെറാപ്പി തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ട് ക്യൂറബിൾ ആയിട്ടുള്ളൊരു അസുഖമാണ്. നമ്മൾ ലൈഫ് ലോങ് ആയിട്ട് കറക്റ്റ് നമ്മുടെ ഒരു ഡിസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ലൈഫ് ലോങ് ഒരു ഡിസബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു അസുഖം കൂടെയാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ധാരാളം ആൾക്കാരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.